ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കിടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ ഞാൻ നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കുകയാണ്. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ബാലചന്ദ്രനും അലീനയും തമ്മിലുള്ളൊരു സംസാരമാണ്. അങ്ങനെ നമ്മുടെ അലീന ചോദിക്കുകയാണ്, അല്ല അപ്പം അവർക്ക് അവിടെ ഒരു വേലക്കാരിനെ അല്ലെങ്കിൽ ഒരു സെർവന്റിനെ ആവശ്യമില്ലെങ്കിൽ നമുക്കങ്ങനെ നിർബന്ധിച്ച് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമോ? അത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, എടി മോളെ, ഇത് നിനക്ക് കിട്ടുവാണെങ്കിൽ നിനക്ക് നിൽക്കാൻ പറ്റിയ ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലമാണെന്ന്. അപ്പോഴത്തേക്കും അലീന, സേഫ് ആയിട്ടുള്ള സ്ഥലമോ? അതേന്നെ, അത്ര മോള് പറഞ്ഞാൽ മതി, നീ പറഞ്ഞാൽ മതി. നമുക്കിത് കിട്ടുകയാണെങ്കിൽ നിനക്ക് ഇനിയിപ്പം വേറെ എങ്ങോട്ടേക്കും ജോലി തിരക്കി പോകേണ്ട ഒരാവശ്യവും ഇല്ല. ഇനി ജീവിതകാലം മുഴുവനും നിനക്ക് അവിടെ നിൽക്കാൻ പറ്റും എന്ന് പറയുമ്പം, അപ്പം ഇതൊരു മറ്റേ ഇൻഷുറൻസ് എടുക്കുന്നത് പോലെയാണോ അച്ഛാ? ജീവിതകാലം മുഴുവനും ഉള്ള പാക്കേജ് ആണോ എന്ന് ചോദിക്കുമ്പോൾ, അതെ, ജീവിതകാലം മുഴുവനും ഉള്ള പാക്കേജ് തന്നെയാണ് ഞാൻ നിനക്ക് എടുത്തു തരാൻ പോകുന്നത്. ഇനിയിപ്പം നിനക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തിരിഞ്ഞലഞ്ഞ് നടക്കണ്ട. മാത്രമല്ല, നിന്നെ വേണ്ടാത്ത നിന്റെ തള്ളയുണ്ടല്ലോ, ആ തള്ളേനെ തേടി വരേണ്ട ഒരു ആവശ്യവും ഇല്ല. അവിടെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സേഫ് ആയിരിക്കും. നിന്റെ ഉത്തരവാദിത്വം മുഴുവനും അവർ ഏറ്റെടുക്കും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും, അച്ഛൻ പറയുന്നതിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഏതായാലും എൻ്റെ അച്ഛനല്ലേ അങ്ങോട്ടേക്ക് എന്നെ കൊണ്ടാക്കുന്നത്, അപ്പൊ പിന്നെ സേഫ് തന്നെയായിരിക്കും. എനിക്കറിയാം, എനിക്ക് ഉറപ്പുണ്ട്. സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തല്ലാതെ എൻ്റെ അച്ഛൻ എന്നെ കൊണ്ടുവിടില്ലെന്ന് എനിക്ക് അറിയാന്ന് പറയുമ്പോൾ, സേഫ് ആയിട്ടുള്ളൊരു സ്ഥലം അത് ഞാൻ പറഞ്ഞില്ല ലീന, ബാക്കി കാര്യം നിന്നോട് ഞാൻ പിന്നെ പറയാം. ഏതായാലും നീ ചെന്ന് പണിയൊക്കെ ചെയ്യാൻ നോക്ക്. ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് ഇറങ്ങി വരാം എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഈ സമയത്ത് ഇത്രയും പറഞ്ഞുകൊണ്ട് നിന്നപ്പോ തന്നെ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞു നമ്മുടെ ബാലചന്ദ്രൻ. എന്നിട്ട് ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ട് നേരെ അലീന താഴേക്ക് കിച്ചണിലേക്ക് ഇറങ്ങി ചെല്ലാണ്. അപ്പം ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവര് ഭക്ഷണം കഴിക്കാനുണ്ട്. അപ്പൊ എല്ലാവരും ഉണ്ട്. ബാലചന്ദ്രന്, ബബിത, കൃഷ്ണ, രോഹിത്, അലീന. അപ്പൊ ഇവരെല്ലാം ഭക്ഷണം കഴിക്കുകയാണ്. ഇങ്ങനെ ഭക്ഷണം കഴിക്കാനിരിക്കുന്നു. അങ്ങനെ ഭക്ഷണം എല്ലാം പാചകം ചെയ്ത് വെച്ചിട്ട് അലീന എല്ലാവരെയും വിളിക്കുകയാണ്. അപ്പം ബബിതയും ഉണ്ട് കേട്ടോ കൂടെ പാചകം ചെയ്യാൻ, കൃഷ്ണമോളും ഒക്കെ ഉണ്ട്. പെട്ടെന്ന് പോയി എല്ലാവരും വന്ന് ഭക്ഷണം കഴിക്കാനിരിക്കുക. അച്ഛന്റെ കൂടെ ഇരുന്നിട്ട് എത്ര ദിവസമായി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഇന്ന് ഒരുമിച്ച് ഇരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീന, ഇനി അങ്ങനെ ഇരിക്കാവുള്ളൂ, ഇനിയിപ്പൊ ഞാനില്ലെങ്കിൽ തന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് വേണം ഭക്ഷണം കഴിക്കാനായിട്ട്, അച്ഛനെ തന്നെ ഇരുത്തി കഴിപ്പിക്കരുത് എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം അലീന എല്ലാവർക്കും ഭക്ഷണമൊക്കെ വിളമ്പുവാണ്. അപ്പം ബബിത പറഞ്ഞു, ഞാനും കൂടെ വിളമ്പാൻ കൂടാന്ന് പറയുമ്പോൾ, വേണ്ട വേണ്ട, ഞാൻ വിളമ്പിക്കോളാം, നീ അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് എല്ലാവരും പിടിച്ചിരുത്തി അലീന തന്നെ വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ. അപ്പം അലീന ഇങ്ങനെ വിളമ്പുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ കൃഷ്ണമോള് പറയുന്നുണ്ട്, ഓ, ഇനിയിപ്പം എത്ര ദിവസത്തേനാ അലീന ചേച്ചി ഞങ്ങൾക്ക് വിളമ്പി തരുന്നത്? വീണ്ടും ഞങ്ങൾ തന്നെ വിളമ്പി കഴിക്കണ്ടേ? ഞങ്ങൾ തന്നെ എല്ലാം ചെയ്യണ്ടേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അലീനയുടെ മുഖത്തിന്റെ ഭാവമൊക്കെ അങ്ങ് മാറി കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ കൃഷ്ണമോള് ചോദിച്ചു, അല്ല, അച്ഛൻ പോയ കാര്യം എന്തായി? അച്ഛൻ എങ്ങോട്ടാ പോയത്? അലീന ചേച്ചിക്ക് ജോലി സെറ്റാക്കാൻ വല്ലതും ആണോ പോയത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ബാലചന്ദ്രൻ പറഞ്ഞു, അതെ, നീ പറഞ്ഞത് ശരിയാ കൃഷ്ണമോളെ, ഞാൻ പോയത് അലീനയ്ക്ക് ജോലി സെറ്റാക്കാൻ വേണ്ടി തന്നെയാണ്. അലീനയ്ക്ക് ഒരു ജോലി സെറ്റ് ആയിട്ടുണ്ടെന്ന്. ജോലിയോ? എന്ത് ജോലി? ഒരു നല്ലൊരു ജോലിയൊക്കെ തന്നെയാണ് അവക്ക് ഞാൻ സെറ്റാക്കി വെച്ചിരിക്കുന്നത്. ഇനിയിപ്പം വേറൊന്നും അവർക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. വേറൊരു സ്ഥലത്ത് ജോലി തേടി അലഞ്ഞു നടക്കേണ്ട ഒരാവശ്യമില്ല. അവിടെ അവളുടെ ജീവിതകാലം മുഴുവനും അവൾക്ക് അവിടെ ജോലി ചെയ്യാനുള്ളതുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ജീവിതകാലം മുഴുവനോ? അപ്പം അലീന ചേച്ചി ഇനി ഇങ്ങോട്ടേക്ക് വരില്ലേ? അവിടെ തന്നെ ആയിരിക്കുവോ? അല്ല അച്ഛൻ എന്തൊക്കെയാ ഈ പറയുന്നത്? ഇവള് ജോലിക്ക് വിടുന്നതേ ഒരു വലിയൊരു വീട്ടിലേക്കാ. കൊട്ടാരം പോലത്തെ ഒരു വീട്. അവിടെ എത്ര എത്ര ജോലിക്കാരുണ്ടെന്നറിയാമോ? അതില് ഒരു ജോലി ചെയ്യാൻ വേണ്ടിയാണ് ഇവളെ വിടുന്നത്. ഇനിയിപ്പം ഇവക്ക് അവിടെ നിന്ന് എങ്ങോട്ടും പോകേണ്ടി വരില്ല. അവിടെ തന്നെ ഇവക്ക് ജീവിതകാലം മുഴുവൻ നിന്ന് ജോലി ചെയ്ത് ബാക്കിയൊക്കെ ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അല്ല അച്ഛ, അതിന്റെ ആവശ്യം വല്ലതും ഉണ്ടോ? അച്ഛൻ എന്തിനാ അച്ഛൻ പോയി അലീന ചേച്ചിക്ക് നിൽക്കാൻ ഒരു സേഫ് ആയിട്ടുള്ളൊരു സ്ഥലമൊക്കെ കണ്ടുപിടിച്ചത്? ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ ബബിത. അപ്പം ബാലചന്ദ്രൻ പറഞ്ഞു, ആവശ്യമില്ലായിരുന്നു. എനിക്ക് ആവശ്യം ഉണ്ടായിട്ടല്ലല്ലോ, എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ലല്ലോ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായിട്ടാണോ? പക്ഷേ നിൽക്കേണ്ട ആള് നിൽക്കാതെ പോണം, ജോലി കണ്ടുപിടിക്കണം, വേറൊരു ജോലി വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ ഞാൻ എന്ത് ചെയ്യാനാ? നമുക്കാരെയും മുറുക്കി പിടിക്കാൻ പറ്റില്ലല്ലോ. മുറുക്കി പിടിച്ച് നമുക്ക് എത്ര നാള് ഇവിടെ നിർത്താനായിട്ട് പറ്റും? ഒരിക്കലും പറ്റില്ല. അവർക്ക് ഇഷ്ടമുള്ളപ്പം അവര് പോകും. അതങ്ങനെയാണ്. ചിലവര് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും മക്കളെ. ചിലര് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് നമുക്ക് ഒത്തിരി സന്തോഷവും
ഒത്തിരി സമാധാനവും നമുക്ക് ലാസ്റ്റ് നമ്മുടെ എല്ലാം എല്ലാമായിട്ട് മാറും. പക്ഷേ ഒരു ദിവസം അവര് പറന്നു പോകും, ബുദ്ധിമുട്ടുണ്ടാകും നമുക്കും, അതുപോലെ തന്നെ അവർക്കും ഒക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. പക്ഷെ ആ ഒരു ദിവസം പറന്നു പോകുമ്പോൾ വേണ്ട പോകണ്ട എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയാണ് ജീവിതം. ഇഷ്ടമുള്ളവര് ഇഷ്ടമുള്ളിടത്ത് പോകും. അതിപ്പോ നമുക്ക് ഒരിക്കലും മാറ്റി വെക്കാനോ അല്ലെങ്കിൽ അവരെ പിടിച്ച് കെട്ടിയിടാനോ മുറുക്കി പിടിച്ചു വെക്കാനോ ഒന്നും പറ്റില്ല. പോകേണ്ടവര് പോകും, പോകേണ്ടവര് പോണം. അങ്ങനെയാണ്. അപ്പം അതുപോലെ തന്നെയാണ് ഇവളെ നമ്മള് ഇത്രയും നാളും മുറുക്കി പിടിച്ചു. ഞാൻ ഓരോന്ന് പറഞ്ഞ് ഇവളെ പോകണ്ട, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവക്കിപ്പൊ ശ്വാസം മുട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കുമല്ലോ അവക്കിപ്പം പറന്നു പോകാന് ആഗ്രഹം. അപ്പൊ അവളുടെ ആഗ്രഹം പോലെ നടക്കട്ടെ. നമ്മൾ എന്തിനാ അവളുടെ ആഗ്രഹം എന്തിനാ നമ്മൾ സാധിച്ചു കൊടുക്കാതിരിക്കുന്നത്? എന്നെ കൊണ്ട് പറ്റുന്നത് ഇതൊക്കെയല്ലേ. എനിക്ക് ജീവനുള്ളപ്പം പറ്റുന്ന കാര്യങ്ങൾ, എനിക്ക് ഇപ്പം ജീവനുണ്ട്, എനിക്കിപ്പം ഏറ്റു നിൽക്കാൻ ശേഷിയുണ്ട്. അപ്പം എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ എല്ലാവർക്കും വേണ്ടി ചെയ്യും. എന്റെ മോളല്ലേ അലീന, അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും ബബിത പറയുന്നുണ്ട്, അപ്പം എല്ലാരും കൂടി തീരുമാനിച്ചല്ലേ, അപ്പൊ അലീന ചേച്ചി കൺഫേം ആക്കിയല്ലേ, അപ്പൊ പോകും, അത് ഉറപ്പിച്ചല്ലേ. അത് പിന്നെ മോളെ പോകാതിരിക്കാൻ പറ്റില്ല മോളെ, പോണം, പോയേ പറ്റത്തുള്ളൂ. ഞാൻ എപ്പോഴും എപ്പോഴും ഇത് നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഇവിടെ നിന്നാലേ അത് ശരിയാവില്ല, എനിക്ക് പോകണം. അതെ, എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ ഇനിയും ചെയ്തു തീർക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ നിന്നോണ്ട് അത് പറ്റില്ല. ഞാൻ പൂർണ്ണമായിട്ട് പോകുന്നൊന്നും അല്ലല്ലോ. എനിക്ക് ഇഷ്ടമുള്ളപ്പം എന്റെ സഹോദരങ്ങളെയും എന്റെ അച്ഛനെയും എല്ലാവരെയും വന്ന് കാണാനായിട്ട് സാധിക്കില്ലേ എന്ന് പറയുമ്പോഴത്തേക്കും കൃഷ്ണമോള് പറഞ്ഞു, ഇനിയിപ്പോ ഓരോരോ തട്ടുമുട്ട് ന്യായങ്ങൾ അലീന ചേച്ചിക്ക് പറയാലോ. സത്യം പറയാലോ അലീന ചേച്ചി ഇവിടുന്ന് പോകുന്നത് ഞങ്ങൾക്ക് ഒരു താല്പര്യം ഇല്ലാത്ത കാര്യാട്ടോ. അലീന ചേച്ചി പോയി കഴിഞ്ഞാലേ ഇവിടെ ഒരു രസവും കാണത്തില്ല. മാത്രമല്ല അലീന ചേച്ചി പോയി കഴിഞ്ഞാൽ അലീന ചേച്ചി പറയുന്ന ഒരു സമാധാനം ഇവിടെ ഉണ്ടാകും, ഇവിടെ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ പറക്കും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. വെറുതെയാ, ഇവിടെ സമാധാനം ഉണ്ടാകാൻ പോകുന്നില്ല. ഇവിടെ വലിയ യുദ്ധമാണ് ഉണ്ടാകാൻ പോകുന്നത്. വലിയ യുദ്ധം ഇവിടെ പൊട്ടി പുറപ്പെടും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും കൃഷ്ണമോളെ, നീ ഭക്ഷണം കഴിച്ചേ, എല്ലാവരും ഭക്ഷണം കഴിച്ചേ, ഭക്ഷണം കഴിച്ചിട്ട് കയറി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അല്ലാതെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പോയേ പറ്റൂ. മക്കളെ, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് പോകണം. എന്റെ പോക്കിന് നിങ്ങൾ ആരും തടസ്സപ്പെടുത്തരുത് ദയവ് ചെയ്ത് എന്നൊക്കെ അലീന പറയാണ്. ഏതായാലും നിസ്സഹായാവസ്ഥയിലായിപ്പോയി. അങ്ങനെ ബബിത പെട്ടെന്ന് വിഷമം വന്നിട്ട് പറഞ്ഞു, അലീന ചേച്ചിക്ക് പോകുന്നിടം എനിക്കറിയാം. അലീന ചേച്ചിക്ക് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ 2-3 ദിവസം കഴിയുമ്പം അവരുമായിട്ട് ചേച്ചി ലോഹിത്തിലാവും, അവരുമായിട്ട് ചേച്ചി സന്തോഷത്തിലാവും, അവരോട് പിന്നെ ഇണങ്ങി ചേരും. പിന്നെ ചേച്ചിയുടെ ലോകം അതായിരിക്കും. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല അലീന ചേച്ചി. ഇനി ഇവിടെ ആര് വന്നാലും, എത്ര സെർവന്റ് വന്നാലും, എത്ര ഹോം നേഴ്സ് വന്നാലും, ഇനിയിപ്പോ ആർക്ക് വന്നാലും അലീന ചേച്ചിയുടെ സ്ഥാനം അലീന ചേച്ചിക്ക് മാത്രമായിരിക്കും. അലീന ചേച്ചി ഇല്ലാത്ത ഈ വീട് വേറെ ആര് വന്നാലും ആ ഒരു സ്ഥാനം നികത്താൻ പറ്റില്ല അലീന ചേച്ചി. അലീന ചേച്ചിക്ക് എല്ലാം മറക്കാൻ പെട്ടെന്ന് കഴിഞ്ഞേക്കും, പക്ഷെ ഞങ്ങൾക്ക് മറക്കാൻ പെട്ടെന്ന് കഴിയത്തില്ല എന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടത്തോടു കൂടി ഇരുന്നിട്ട് അത്രയും പറഞ്ഞിട്ട് നമ്മുടെ ബബിത അവിടെ എണീറ്റ് നേരെ പോവാണ് കേട്ടോ. ബബിതയ്ക്ക് ഒരുപാട് വിഷമമുണ്ട്, ഒരുപാട് വിഷമമുണ്ട്. ബബിതയ്ക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലീനേനെ ഇഷ്ടമല്ലായിരുന്നല്ലോ, ഇപ്പോഴല്ലേ സ്നേഹിച്ചു തുടങ്ങിയത്. അപ്പൊ പെട്ടെന്ന് പോകുമ്പോഴേ ആർക്കാണേലും വിഷമം വരുമല്ലോ. ഏതായാലും അവരുടെ ആ ഒരു മേശയിലെ സംഭാഷണമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നേരെ നമ്മുടെ മനു വിളിക്കുകയാണ് അലീനയെ. അപ്പൊ അലീനയെ മനു വിളിച്ചപ്പോഴത്തേക്കും അലീന ഫോൺ എടുത്തിട്ട് എന്താ മനുവേട്ടാ, അല്ല കഴിച്ചോ, ആഹാരമൊക്കെ കഴിച്ചോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ഞങ്ങളിപ്പോ കഴിച്ചിങ്ങനെ എണീറ്റതേ ഉള്ളൂ. അല്ല അങ്കിള് വന്നായിരുന്നോ? അച്ഛൻ രാവിലെ എത്തിയായിരുന്നു, രാവിലെ തന്നെ വന്നായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയിട്ടോ. നമ്മുടെ അലീന ബബിതയോടൊക്കെ പോയി കിടക്കാൻ പറഞ്ഞില്ല, കിടക്കാനല്ല കേട്ടോ പറയുന്നത്. അവര് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉള്ളൊരു സംഭാഷണമായിരുന്നേ. അപ്പൊ കിടക്കാനല്ല പറയുന്നത്, ഒരുങ്ങി സ്കൂളിലേക്ക് പോകാൻ കേട്ടോ പറയുന്നത്, കോളേജിലേക്ക് പോകാൻ. എനിക്ക് തെറ്റിപ്പോയതാട്ടോ. അപ്പൊ രാവിലെയാണ്, അപ്പൊ രാവിലെ ആയതുകൊണ്ട് തന്നെ സ്കൂളിലേക്ക് പോകാനാണ് പറയുന്നത്. മതി വാചകം കൊടുത്ത് സ്കൂളിലേക്ക് പോകുന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. എനിക്ക് തെറ്റിപ്പോയോണ്ടാണ്, ഒന്ന് ക്ഷമിച്ചേക്കണേ. ഏതായാലും മനുവും അലീനയും തമ്മിലുള്ള സംസാരം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ ബാലചന്ദ്രൻ അങ്കിൾ വന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അച്ഛൻ വന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അല്ല നിന്റെ അച്ഛൻ എവിടെ പോയതായിരുന്നു? എന്റെ അച്ഛൻ എവിടെ പോയതായിരുന്നു എന്ന് ചോദിച്ചാലേ, അത് പിന്നെ മനുവേട്ടാ, അച്ഛൻ 2 ദിവസം മാറി നിന്നത് എന്തോ എനിക്കൊരു ജോലി സെറ്റാക്കാൻ വേണ്ടിയായിരുന്നു. ഇനിയിപ്പോ മനുവേട്ടൻ എനിക്ക് ജോലി സെറ്റാക്കണ്ടാട്ടോ. അച്ഛൻ ജോലി സെറ്റാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി മനുവേട്ടൻ
ജോലി സെറ്റാക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ അല്ല എവിടെയാ നിനക്ക് ജോലി? ആ, എവിടെയാണെന്നൊന്നും അച്ഛൻ പറഞ്ഞില്ല, ഏതായാലും സേഫ് ആയിട്ടുള്ളൊരു സ്ഥലമാണെന്ന് അച്ഛൻ പറഞ്ഞത്. അച്ഛൻ പറഞ്ഞത് ശരിയായിരിക്കുമല്ലോ, അച്ഛൻ എന്നെ സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്തല്ലേ ആക്കുള്ളൂ. മാത്രമല്ല ജീവിതകാലം മുഴുവനും അവിടെ നിൽക്കാനുള്ള വകയുണ്ട്. ഇനി ജോലിക്ക് വേണ്ടി എനിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടേക്കോ ഒന്നും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. എല്ലാ വർഷവും എല്ലാ വർഷവും നല്ല സോറി എല്ലാ മാസവും എല്ലാവരെയും വന്ന് കാണുകയും ചെയ്യാം, ലീവൊക്കെ ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ എനിക്ക് ജീവിതകാലം മുഴുവനും അവിടെ നിൽക്കാം. ഒരു എന്താ പറയാ, ഒരു ഫുൾ പാക്കേജ് തന്നെയാണ് അവർ ഓഫർ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറയുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ മനുവിന് മനസ്സിലാവുന്നില്ല. അപ്പൊ മനു ചോദിച്ചു, നീ ഇപ്പൊ പോകാൻ തന്നെ തീരുമാനിച്ചോ അല്ലേ അലീനയെന്ന് ചോദിച്ചപ്പം അത് പിന്നെ മനുവേട്ടെ ഞാൻ പോകാൻ തീരുമാനിച്ചതേ ഇപ്പം എല്ലാവരുടെയും ഒരു സംസാരം കഴിഞ്ഞിട്ട് ഞാൻ എണീറ്റതേ ഉള്ളൂ. ബബിതയ്ക്കും കൃഷ്ണമോൾക്കും രോഹിത്തിനും ഒക്കെ വലിയ പ്രയാസമുണ്ട്, അവരൊക്കെ പോകണ്ടെന്നാ പറയുന്നത്. പക്ഷെ അങ്ങനെ എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല, മനുവേട്ടനും അങ്ങനെ പറയല്ല, എന്റെ അവസ്ഥ മനുവേട്ടനും മനസ്സിലാക്കണം എന്ന് പറയുമ്പം ഞാനും മനസ്സിലാക്കുന്നുണ്ട് നിന്റെ അവസ്ഥ. അതെ അലീനെ, നീ ഒരുപാട് എന്നിൽ നിന്നും അകന്നു പോകുന്നു, നീ ഒരുപാട് അകലം പാലിക്കുന്നു, അങ്ങനെ അകന്നകന്ന് മാറിപ്പോവുക. നമ്മുടെ ഈ ഒരു ബന്ധമുണ്ടല്ലോ അത് ഒത്തിരി അകന്നു പോകുന്ന പോലെ എനിക്ക് തോന്നുന്നു എന്ന് പറയുമ്പോൾ അതൊക്കെ മനുവേട്ടന് തോന്നുന്നതാണ്. പിന്നെ അകലേണ്ട ബന്ധമാണെങ്കിൽ എപ്പോഴും അടുത്തിരിക്കത്തില്ലല്ലോ, അകലേണ്ട ബന്ധമാണെങ്കിൽ നമുക്ക് അകത്തിയേ പറ്റത്തുള്ളൂ എന്നും അലീന പറഞ്ഞിട്ട്, എന്നാ പിന്നെ ശരി മനുവേട്ട ഞാൻ ഫോൺ വെക്കുക, എനിക്കിവിടെ കുറച്ച് ജോലിയുണ്ട്, ബബിതയ്ക്കും രോഹിത്തിനല്ല കൃഷ്ണമോക്കും ഇപ്പൊ പോകണം, ഇപ്പൊ എനിക്ക് കുറച്ച് ജോലിയുണ്ടെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ഈ ഒരു സമയത്ത് ഗംഗാധരനെയും ശിവശങ്കരമേനോനെയും കാണിക്കുന്നുണ്ട്. അങ്ങനെ ഗംഗാധരന്റെയും ശിവശങ്കരമേനോന്റെയും എടുത്ത് ചെന്ന് മനു വിവരങ്ങളൊക്കെ പറയാണ്. ഇങ്ങനെയാണ്, ഞാൻ ഫോൺ വിളിച്ചു, അങ്കിള് വന്നു എന്നാണ് പറഞ്ഞത്. അതായത് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കാണ് മനു അങ്ങോട്ടേക്ക് കടന്നു ചെല്ലുന്നത്. ബാലചന്ദ്രൻ വന്നോ ഇല്ലയോ എന്നൊന്നും അറിയില്ലല്ലോ, എങ്ങോട്ടോ പോയേക്കുവാണല്ലോ. അപ്പം ഗംഗാധരൻ ഇങ്ങനെ ശിവനോട് പറഞ്ഞപ്പോഴത്തേക്കുമാണ് നമ്മുടെ മനു അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. മനു പറഞ്ഞു, വന്നു അങ്കിള് വന്നു, ഇപ്പൊ എന്നെ അലീനെ വിളിച്ചായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവള് വിളിച്ചായിരുന്നോ? അല്ല നിന്റെ അങ്കിൾ എവിടെ പോയതാന്നാ പറഞ്ഞേ? ഓ, അത് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, പക്ഷേ അവക്ക് ഒരു ജോലി സെറ്റാക്കാൻ വേണ്ടി പോയതാ, അലീനയ്ക്ക് ഒരു ജോലി സെറ്റാക്കാൻ വേണ്ടി പോയതാ. ഇനി ഒരു 2-3 ദിവസം കൂടി അലീന കാണത്തുള്ളൂ നെടുമുറിക്കല്, അത് കഴിയുമ്പോഴത്തേക്കും അലീന പോകും. അപ്പൊ എവിടെയോ ജോലി സെറ്റാക്കാൻ വേണ്ടി പോയതാ എന്നാ പറഞ്ഞെന്ന് പറയുമ്പോ, അല്ലെ എവിടെയാ ഈ ജോലി സെറ്റാക്കിയിരിക്കുന്നതെന്ന് നീ ചോദിച്ചില്ല അലീനോട്? സ്ഥലമൊന്നും എന്നോട് പറഞ്ഞില്ല, പക്ഷെ അങ്കിൾ അലീനോട് പറഞ്ഞത് അലീനെ ഏറ്റവും സേഫ് ആയിട്ട് ആക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്, ലൈഫ് ലോങ് അവൾക്ക് അവിടെ നിൽക്കാൻ പറ്റും എന്നൊക്കെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും തന്നെ ഗംഗാധരമേനോന് കാര്യം പിടികിട്ടി. ഈ പോയതും ഈ ജോലി വേറൊരു സ്ഥലത്തുമല്ല, നമ്മുടെ സ്റ്റാൻലിയുടെ അടുത്ത് തന്നെയാണ് എന്ന് ഗംഗാധരമേനോന് മനസ്സിലായി. ഗംഗാധരമേനോൻ ശിവശങ്കരമേനോനെ ഒന്ന് നോക്കി കേട്ടോ. ഏതായാലും ഇതിനു ശേഷം മനു അങ്ങ് പോയപ്പോഴത്തേക്കും ഗംഗാധരമേനോൻ പറഞ്ഞു, ശിവ നിനക്ക് മനസ്സിലായോ കാര്യങ്ങളൊക്കെ? ദേ പോയത് എങ്ങോട്ടാണെന്ന് ഇപ്പൊ മനസ്സിലായോ? അവളെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ലൈഫ് ലോങ് അവൻ നിർത്താൻ പോയിട്ടുണ്ടെങ്കിൽ അത് വേറെ ആരുടെയും അടുത്തല്ല, സ്റ്റാൻലിയുടെ അടുത്ത് തന്നെ ആയിരിക്കും. അവൻ പോയിരിക്കുന്നത് സ്റ്റാൻലിയുടെ അടുത്താ. സ്റ്റാൻലിയോട് അവൻ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും എന്റെ ദൈവമേ, എന്താ ഗംഗേട്ട ഞാൻ ഈ കേൾക്കുന്നത്? ഇനിയിപ്പം സ്റ്റാൻലി ഇങ്ങോട്ടേക്കും കാണാം, അലീനയെ അന്വേഷിച്ച്, അല്ല വൈജയെ അന്വേഷിച്ച്. എനിക്കറിയില്ല ശിവ, ഇനിയിപ്പം നടക്കാൻ പോകുന്നത് എന്തൊക്കെ ഭൂകമ്പമാണെന്ന്. നമ്മളെല്ലാവരും ഒന്ന് പിടിച്ചു നിൽക്കുന്നത് നല്ലതായിരിക്കും. സ്റ്റാൻലി എന്ന് പറയുന്ന അവൻ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് നമുക്കായിരിക്കും. വേറെ ആരെക്കാൾ കൂടുതൽ അത് എഫക്റ്റ് ചെയ്യുന്നത് കൈതക്കൽ തറവാട്ടിലെ ആൺതരികളുടെ നേർക്കായിരിക്കും. അതുകൊണ്ട് സൂക്ഷിക്കുക തന്നെ വേണമെന്ന് പറഞ്ഞപ്പം എല്ലാം കൈവിട്ടു പോയ പോലെ ആയല്ലോ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശിവശങ്കര മേനോനും ഗംഗാധര മേനോനും ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. ഏതായാലും ഇത്രയും സീനൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക, അടിപൊളി വിശേഷങ്ങളാണ്, മിസ് ചെയ്ത് കളയരുത്. എന്ന് നമ്മൾ രാവിലെ ഫുൾ വിശേഷവും വൈകിട്ട് പ്രമോ വിശേഷവും ഉച്ചയ്ക്ക് റിയൽ സ്റ്റോറി ന്യൂ എന്ന് പറയുന്ന ചാനലിനകത്ത് അപ്കമിങ് വിശേഷവും ഇടുന്നുണ്ട്. അപ്പൊ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ പോസ്റ്റിൽ കിടപ്പുണ്ട്, അപ്കമിങ് വിശേഷം കാണാൻ താല്പര്യമുള്ളവർ പോയി നോക്കിയാൽ മതി. അതിനകത്ത് ലിങ്ക് കിടപ്പുണ്ട്, പോസ്റ്റിൽ ഈ ചാനലിൽ തന്നെ പോസ്റ്റിൽ ലിങ്ക് കിടപ്പുണ്ട്, നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തു വെച്ചോളൂ കേട്ടോ. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും ഈ സ്നേഹവും സപ്പോർട്ടും ഒക്കെ എന്നും കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷയോട് കൂടി നിർത്തുന്നു. ടാറ്റ ബൈ ബൈ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്.